Hi students, welcome to ASF Academy. I am Femin. Today we are discussing about objects of the auditing. അല്ലെ auditing ന്റെ objectives എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. Auditing എന്നുള്ള സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് objectives എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് objectives. അപ്പോൾ അതിലേക്ക് പോണേ മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതേപോലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്താണ് ഓഡിറ്റിങ്ങിന്റെ ഒബ്ജക്റ്റീവ് നോക്കാം. In olden days മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ക്യാഷ് ഓഡിറ്റിംഗ് ആണ്. അതായത് ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെന്റ്സിന്റെ ആക്യുറസി നോക്കാൻ, അത് വെരിഫൈ ചെയ്യാനാണ് ഓഡിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ എംപ്ലോയീസ് ആണ് ക്യാഷിന്റെ ഡീലിങ്സ് ചെയ്യുക. അപ്പൊ എംപ്ലോയർക്ക് എംപ്ലോയീസ് ചെയ്തത്, അക്കൗണ്ടിങ് ചെയ്തത് പെർഫെക്റ്റ് ആണ് എന്ന്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് കറക്റ്റ് ആയിട്ടാണ് ചെയ്തത് എന്ന് എൻഷുർ ചെയ്യലാണ് ഓഡിറ്റിംഗ് വഴി ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഇപ്പോ എന്ന് പറഞ്ഞാൽ ഓഡിറ്റിങ്ങിന് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള സ്കോപ്പ് ഉണ്ട്, അല്ലെ ഒബ്ജക്റ്റീവ് ഉണ്ട്. കാരണം ഈ ഒരു ക്യാഷ് ഓഡിറ്റിംഗ് മാത്രമല്ല, ഒരു കമ്പനിയുടെ ടോട്ടൽ ഫംഗ്ഷൻ ആക്യുറേറ്റ് ആയിട്ടാണോ നടക്കുന്നത് എന്നുള്ളത് ഇന്ന് ഓഡിറ്റർ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് എന്തെങ്കിലും ഫ്രോഡ്സോ അല്ലെ എറേഴ്സോ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഡിറ്റക്ട് ചെയ്യുക, അതിന് വേണ്ട പ്രിവെൻഷൻ മെഷേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയും കൂടിയാണ്. അതേപോലെ തന്നെ ഓഡിറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനാണ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക, ആ പർപ്പസിനെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പർപ്പസ് ഓഫ് ഹിസ് അപ്പോയിന്റ്മെന്റ്. എന്തിനാണ് അപ്പോയിന്റ് ചെയ്തതെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരുപാട് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിലേക്ക് പറയാം. ഇപ്പൊ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ. മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് ടൈപ്പ് ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്, പ്രൈമറി ഒബ്ജക്റ്റീവ് ആൻഡ് സബ്സിഡറി ഒബ്ജക്റ്റീവ്. ഓക്കെ, മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പിലാണ് പറയുന്നത്. ഇതിന്റെ അടിയിൽ ഒരുപാട് സബ് ഹെഡിങ്സ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് ക്ലാസിഫൈഡ് ഇൻടു ടു, പ്രൈമറി ഒബ്ജക്റ്റീവ് ആൻഡ് സബ്സിഡറി ഒബ്ജക്റ്റീവ്. ഓക്കെ, പ്രൈമറി ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ എന്താ, മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് ആണ് എന്ത് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയും. അതായത് ആ കമ്പനിയുടെ എന്താണോ കമ്പനിയുടെ യഥാർത്ഥ ബിസിനസ് എങ്കിൽ അതിന്റെ അക്കൗണ്ട്സ് എല്ലാ ഡീറ്റെയിൽസും റിവീൽ ചെയ്തിരിക്കുന്നത് ട്രൂ ആൻഡ് ഫെയർ വ്യൂയിലാണ് എന്നുള്ള എൻഷുർ ചെയ്യലാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. കമ്പനിയുടെ അകത്ത് തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻസ് പെർഫെക്റ്റ് ആയിട്ടാണോ, ആസ് പെർ ദ റൂൾ അനുസരിച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത് അല്ലേ എന്നുള്ളതാണ് എന്നിൽ നോക്കുന്ന മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓഡിറ്റ്, to ensure the accounts reveals a true and fair view of the business. അതാണ് ഒരു ഓഡിറ്ററുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. എങ്ങനെയാണ് ഈ ട്രൂ ആൻഡ് ഫെയർ എന്ന് പറയുന്നത്? To verify the accounts and reports whether the balance sheet and profit and loss account has been drawn properly according to the Companies Act. കമ്പനീസ് ആക്ട് പ്രകാരമാണോ കമ്പനിയിലെ എല്ലാ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ആൻഡ് ടോട്ടൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം, അവരുടെ റിപ്പോർട്ട്സ് എല്ലാം ആസ് പെർ ദ കമ്പനീസ് ആക്ട്, കമ്പനി ലോ പ്രകാരം ആണോ അല്ലയോ എന്നില്ല വെരിഫൈ ചെയ്യുക. അതൊരു പ്രൈമറി ഒബ്ജക്റ്റീവ്. ടു സീ വെദർ ദ ഫൈനൽ അക്കൗണ്ട്സ് ആർ ഡ്രോൺ ആസ് പെർ ദ ലോ. നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഒരു കുറച്ചും കൂടി ഒരു എക്സ്പ്ലനേഷൻ പോലെ പറഞ്ഞു എന്നുള്ളൂ ഈ പോയിന്റ്. ഫൈനൽ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തത് ആസ് പെർ ദ ലോ ആണ്. പിന്നെ ഇതേപോലെ തന്നെ ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. പ്രൈമറിയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ അറിയുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ആസ് പെർ ദ ലോ പ്രകാരമാണോ നടന്നിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് കമ്പനിയുടെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ അക്കൗണ്ട്സിൽ ഉള്ളത് ടു എൻഷുർ ചെയ്യുക ദ അക്കൗണ്ട്സ് റിവീൽസ് എ ട്രൂ ഫെയർ വ്യൂ ഓഫ് ബിസിനസിന്റെ യഥാർത്ഥ പിക്ചർ ആണോ ഇവർ കൊടുത്തിട്ടുള്ളതെന്ന് വെരിഫൈ ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ എല്ലാം ഇന്റേണൽ ചെക്ക് സിസ്റ്റം എക്സാമിൻ ചെയ്യുക. കമ്പനിയിലുള്ള ഇന്റേണൽ ചെക്ക് സിസ്റ്റം എക്സാമിൻ ചെയ്യല് ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ്. അതേപോലെ തന്നെയാണ് എന്ത് കൺഫോമിങ് അസെറ്റ്സ് എക്സിസ്റ്റൻസ് ആൻഡ് വാല്യൂ ഓഫ് അസെറ്റ്സ്. ആ കമ്പനിയിലുള്ള അസെറ്റ്സിന്റെ ലയബിലിറ്റീസ് ഉണ്ടാവില്ലേ, അതിന്റെ എക്സിസ്റ്റൻസും വാല്യൂ കൺഫേം ചെയ്യുക എന്നുള്ളതും ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇത്രയാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം സബ്സിഡറി ഒബ്ജക്റ്റീവ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻസിഡന്റൽ ഒബ്ജക്റ്റീവ്, ആൻസിലറി ഒബ്ജക്റ്റീവ് എന്ന് പറയും. ഈ സബ്സിഡറി സെക്കൻഡറി ഒബ്ജക്റ്റീവിൽ നമ്മൾ പറയുന്ന എറേഴ്സും ഫ്രോഡ്സും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുക, അത് പ്രിവെന്റ് ചെയ്യാനുള്ളതാണ് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ്
frauds are duty of auditors. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു എക്സ്ട്രാ ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ രണ്ട് ടൈപ്പിലാണ് സെക്കൻഡറി ഒബ്ജക്റ്റ് സബ്സിഡറി ഒബ്ജക്റ്റീവ് നമ്മൾ പറയുന്നത്. ഏതൊക്കെ? ഒന്നിലെ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്, അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ്. ഓക്കെ, ഒന്നിലെ എറേഴ്സ് പറയുന്നത് നമ്മൾ അൺഇൻറ്റൻഷ്യലി നമ്മളെ അടുത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്ക് ആണ്. ഫ്രോഡ്സ് എന്ന് പറയുന്നത് ഇന്റൻഷ്യലി നമ്മൾ ചെയ്യുന്ന ഫാൾസ് പ്രാക്ടീസസ് ആണ്. ഓക്കെ, ഒന്ന് അൺഇൻറ്റൻഷ്യലി ഒന്ന് ഇന്റൻഷ്യലി ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ പറയുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. അതായത് നമ്മൾ അറിയാതെ അൺഇൻറ്റൻഷനലി അല്ലെ ഇന്നസെന്റ്ലി നമ്മളെ കെയർലെസ് കൊണ്ട് നെഗ്ലിജൻസ് കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് ഏത് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മിസ്റ്റേക്ക് കമ്മിറ്റഡ് വൈൽ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ അടുത്ത് നിന്ന് പറ്റിപ്പോകുന്ന മിസ്റ്റേക്സ് ആണ്. ഇതൊരിക്കലും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യം ആവില്ല. ഓക്കെ, അതാണ് എറേഴ്സ് അറിയണം. എറേഴ്സ് എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? അറൈസിങ് ഔട്ട് ഓഫ് ഇന്നസെന്റ് അല്ലെങ്കിൽ കെയർലെസ് അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് കെയർലെസ് ആയിട്ട് പറ്റിപ്പോകുന്ന അല്ലെങ്കിൽ നെഗ്ലിജൻസ് വഴി പറ്റിപ്പോകുന്ന തെറ്റുകളാണ്. ഇനി എറേഴ്സ് നമുക്ക് രണ്ട് ടൈപ്പിലുണ്ട്. ഏതൊക്കെയാണ്? ക്ലറിക്കൽ എറർ എന്നും ടെക്നിക്കൽ എറർ എന്നും പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ടൈപ്പിൽ പറയാം. അപ്പോൾ എറേഴ്സ് നമ്മുടെ ഈ സെക്കൻഡറി ഒബ്ജക്റ്റീവില് രണ്ട് ടൈപ്പ് ഉണ്ടാകും. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. ഈ എറേഴ്സ് തന്നെ അഗെയിൻ ക്ലാസിഫൈ ഇൻടു ടു, ക്ലറിക്കൽ എറർ ആൻഡ് ടെക്നിക്കൽ എറർ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ക്ലറിക്കൽ എറർ. ക്ലറിക്കൽ എറർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന ടൈമില് നമ്മൾ ആ ഒരു അക്കൗണ്ടിങ് പ്രോസസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വരുന്ന തെറ്റുകളാണ് ക്ലറിക്കൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലറിക്കൽ എറർ നമ്മൾ ഒരിക്കലും എന്താ പറയാ മനഃപൂർവ്വം ചെയ്യുന്നില്ല. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ എറേഴ്സ് പറഞ്ഞാൽ തന്നെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമ്മൾ ഇഗ്നോറൻസ് കൊണ്ട് വരുന്നതാണ് ക്ലറിക്കൽ എറർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മൂന്നായിട്ട് പറയാം: എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എറർ ഓഫ് ഒമിഷൻ. എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എന്ത് പറയുക അൺഇൻറ്റൻഷ്യലി നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടൈമിൽ എൻട്രി ചെയ്യുന്ന ടൈമിൽ നമ്മൾ അറിയാതെ മറന്നു പോകുന്ന ഒന്നല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുന്നതാവാ, അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ട് നമ്മൾ മറന്നു. അറൈസസ് വെൻ എ ട്രാൻസാക്ഷൻ ഹോളി ഓർ പാർട്ട്ലി ഒമിറ്റഡ് ബീൻ. എപ്പോൾ നമ്മൾ റെക്കോർഡിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മറന്നു പോകുന്നതാണ് എന്ത് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ആയി പോയി എന്നുണ്ടെങ്കിൽ ഇത് ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യില്ല. പക്ഷെ പാർഷ്യൽ ഒമിഷൻ ആണെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് ഡിസഗ്രിമെന്റ് ചെയ്യും. വി കൻ ഈസിലി ഫൈൻഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഒമിഷൻ പറയുമ്പോൾ എന്താണ്? കംപ്ലീറ്റ് ഒമിഷൻ പറയുന്നത് നമ്മൾ ആ ടോട്ടൽ ഡെബിറ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ട്രാൻസാക്ഷന്റെ ക്രെഡിറ്റ് ആസ്പെക്റ്റും ഡെബിറ്റ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യാൻ മറന്നു പോവുക. പാർഷ്യൽ ഒമിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളതിന്റെ ഡെബിറ്റോ ക്രെഡിറ്റോ ഏതെങ്കിലും ഒന്ന് എൻട്രി ചെയ്തിട്ടുണ്ടാവും, ഒന്ന് എൻട്രി ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ സാലറി പെയ്ഡ് പറയുമ്പോൾ ക്യാഷും ഉണ്ടാവും, സാലറി ഉണ്ടാവും. കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ സാലറി പെയ്ഡ് എന്നുള്ളത് ടു എംപ്ലോയീസിന്റെ ഏതാച്ചാൽ ആ വ്യക്തിക്ക് ചെയ്തു എന്നില്ല ട്രാൻസാക്ഷൻ ടോട്ടലി മറന്നു പോവുക. അല്ലെങ്കിൽ പാർഷ്യൽ ഒമിഷൻ പറയുമ്പോൾ സാലറി പെയ്ഡ് പറഞ്ഞിട്ട് ഡെബിറ്റോ ക്രെഡിറ്റോ ഏതെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, ഒരു എമൗണ്ട് നമ്മൾ മറന്നിട്ടുണ്ടാവും. ഓക്കെ, അതാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ഈ എറർ ഓഫ് ഒമിഷൻ നമുക്ക് കെയർഫുൾ ആയിട്ട് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് തറോലി ചെക്ക് ചെയ്യണം. അപ്പോൾ ആ തറോ ചെക്ക് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ റെക്കോർഡ്സ് യൂസ് ചെയ്യാം? ലെഡ്ജർ ബിൽസ്, റെസിപ്റ്റ്, ഇൻവോയ്സ്, ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ്, അതൊക്കെ ഡീറ്റെയിൽ ആയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എറർ ഓഫ് ഒമിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പാർഷ്യൽ ഒമിഷൻ ആണ് കുറച്ചും കൂടി എളുപ്പമാണ്. കംപ്ലീറ്റ് ഒമിഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തറോലി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? എറർ ഓഫ് കമ്മീഷൻ. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താ? അറൈസിംഗ് വെൻ എ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ റെക്കോർഡഡ് or wrongly entered in original entry ledger due to negligence. അതായത് നമ്മളിവിടെ എന്തെങ്കിലും നെഗ്ലിജൻസ് വഴി അല്ലെങ്കിൽ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ മൊത്തമായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലോ അത് എൻട്രി ചെയ്യുമ്പോൾ തെറ്റുപറ്റലാണ്. ഇതിൽ തന്നെ പല ടൈപ്പിൽ വരാം. അതായത് നമ്മളിപ്പോൾ എൻട്രി ചെയ്യേണ്ട എമൗണ്ടിൽ ചേഞ്ച് വരിക, അതല്ലെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എറർ, അതായത് ഒരേ എൻട്രി ഒരേ ട്രാൻസാക്ഷൻ രണ്ട്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മളൊരു
ഫർണിച്ചർ മേടിച്ചു കമ്പനി ആവശ്യത്തിന് വേണ്ടി. ആ ഒരു ഫർണിച്ചർ മേടിച്ചു ₹50,000 രണ്ട് ടൈമിൽ ആ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്തു. ഒരിക്കൽ എൻട്രി ചെയ്തു ഓർമ്മയില്ലാതെ വീണ്ടും എൻട്രി ചെയ്തു. അത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എറർ ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ നമ്മളെ ഒരു കെയർലെസ് കൊണ്ട് എമൗണ്ടിൽ വല്ല ചേഞ്ച്, എമൗണ്ട് കൂട്ടി എഴുതുക, എമൗണ്ട് കുറച്ച് എഴുതുക, അല്ലെങ്കിൽ 1000 നിന്നില്ല 100 എഴുതുക, 10,000 നിന്നില്ല 1000 എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എമൗണ്ടിൽ ചേഞ്ച് വരുത്തുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് സെയിൽ നടന്നു, അതിന്റെ എമൗണ്ട് 4,320 എന്നായിരുന്നു. പക്ഷെ നമ്മൾ എൻട്രി ചെയ്തപ്പോൾ അക്കൗണ്ടന്റ് എൻട്രി ചെയ്തപ്പോൾ 4,239, 320 239. അപ്പൊ അവിടെ നമുക്ക് 90 rupeesന്റെ ഡിഫറൻസ് വരും. അങ്ങനെ വരാം. അതേപോലെ തന്നെ കൂട്ടി എഴുതാം. അത് നേരെ തിരിച്ചിപ്പോ 4,000 എന്നുള്ളിടത്ത് 4,100 എന്നുള്ളിടത്ത് ചിലപ്പോൾ 4,200 എന്ന് എഴുതുക. അങ്ങനെ വരുന്നതാണ് എമൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷനിൽ ചേഞ്ച് വരുത്തിയിട്ട് എഴുതുക എന്നുള്ളത്. അതേപോലെ നമ്മൾ അഡീഷൻ സബ്സ്ട്രാക്ഷനിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ എഴുതുക. അപ്പൊ ഇവിടെ എറർ ഓഫ് കമ്മീഷനിൽ നമ്മൾ മിസ്റ്റേക്ക് പറ്റുന്ന കാൽക്കുലേഷനിലാണ് മെയിൻ ആയിട്ട്. അതേപോലെ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ പോസ്റ്റിങ്ങിലൊക്കെ വരുന്ന തെറ്റുകളാണ് എറർ ഓഫ് കമ്മീഷൻ വരുന്നത്. ഇത് ഹോളി ആണെങ്കിൽ മേ ഓർ മേ നോട്ട് ബി എഫക്ട് ദ ട്രയൽ ബാലൻസ്, അല്ലെങ്കിൽ പാർഷ്യലി ആണെങ്കിൽ കൂടുതൽ ചാൻസസ് ഉണ്ട് ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോ എന്താണ് ഇതാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് കോമ്പൻസേറ്റിംഗ് എറർ. കോമ്പൻസേറ്റിംഗ് എറർ പറഞ്ഞ ഒരു എറർ വേറൊരു എററിനെ കോമ്പൻസേറ്റ് ചെയ്യുക. വൺ എറർ കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ. അതായത് ഒരു തെറ്റിന്, ഒരു ഡെബിറ്റ് ആസ്പെക്ട് നമ്മൾ തെറ്റ് വരുത്തിയിട്ടുണ്ട്, അതേപോലെ ക്രെഡിറ്റ് ആസ്പെക്റ്റിലും അതേ മിസ്റ്റേക്ക് നമ്മൾ വരുത്തുക. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് ഒരിക്കലും ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു റെന്റ് കൊടുത്തു, റെന്റ് പേ ചെയ്തു. അപ്പൊ നമ്മൾ റെന്റ് പേ ചെയ്തത് 10,000 rupees ആണ്, നമ്മൾ എഴുതിയത് 9,000 rupees ആണ്. നമ്മൾക്ക് എന്തെങ്കിലും റെന്റ് റിസീവ് ചെയ്തു, അത് ആസ് എ 10,000 rupees ആണ്, നമ്മൾ അറിയാതെ എഴുതി 9,000 rupees. അതായത് എന്തെങ്കിലും ഒരു ക്രെഡിറ്റിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് ചേഞ്ച് വന്നിട്ടുണ്ട്, അതേ ലെവലിൽ ഡെബിറ്റിലും നമ്മൾ അതേ തെറ്റ് വരുത്തുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്തു പോകും. ഓക്കെ, ഇഫ് ദ എമൗണ്ട് ഈസ് റോങ്ലി ഡെബിറ്റഡ് by ₹100 or less or plus, അല്ലെങ്കിൽ കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഇരിക്കുക, അതേ തെറ്റിന് നമ്മൾ ക്രെഡിറ്റിന് വരുത്തുകയാണെങ്കിൽ ആ ഒരു മിസ്റ്റേക്കിന് നമ്മൾ പറയുന്നതാണ് കോമ്പൻസേറ്റിംഗ് എറർ. ഡിറ്റക്ഷൻ ഓഫ് ദിസ് എറർ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. കംപ്ലീറ്റ് ആൻഡ് തറോ ചെക്ക് ചെയ്യണം വിത്ത് ഡിഫറെന്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എങ്കിൽ മാത്രമേ നമുക്ക് കോമ്പൻസേറ്റിംഗ് എറർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുക ഓഫ്സെറ്റിംഗ് എറേഴ്സ് ഒന്നും പറയാറുണ്ട്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. സെയിൽസ് ലെഡ്ജറിൽ അണ്ടർകാസ്റ്റ് ചെയ്തു ഫോർ ₹4,000. അപ്പൊ പർച്ചേസ് ലെഡ്ജറിൽ ഓൾസോ അണ്ടർകാസ്റ്റഡ് 4,000 rupees വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് തറോ ആയിട്ട് തന്നെ ഓഡിറ്റർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറേഴ്സ്. എന്തിന്റെ ബേസിൽ? ക്ലറിക്കൽ എറേഴ്സിന്റെ പേര്. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേഷൻ എറർ. അപ്പോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ എറർ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് എററിൽ ടെക്നിക്കൽ എറർ. ടെക്നിക്കൽ എറർ എന്ന് പറയുന്നത് നമ്മളുടെ ടെക്നിക്കൽ തിയറീസിൽ എന്തെങ്കിലും തെറ്റ് വരിക. അതായത് നമ്മളുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ആ ഒരുപാട് റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുമ്പോഴാണ് ടെക്നിക്കൽ എറർ എന്ന് പറയുന്നത്. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയും. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്താണ്? arise when entries are recorded against the acceptable fundamental principles of the accountancy. അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഉണ്ട് അക്കൗണ്ടിങ് പ്രോസസ്സിന്. അപ്പൊ അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസിൽ നമ്മൾ against ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഈ എറർ കമ്മിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുന്ന ആളുടെ ലാക്ക് ഓഫ് നോളജ് കൊണ്ടായിരിക്കും. ഇന്റൻഷനലി ആവണം എന്നില്ല ഈ ചെയ്യുന്നത്. അയാളുടെ അതിലുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അതിൽ അത്രക്ക് ഇല്ല നോളജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യേണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചറായി കണക്കാക്കുക, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി കണക്കാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം, ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്സ് ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് ഉണ്ടാവും, അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക റെക്കോർഡ് ചെയ്യാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എറർ ഓഫ് പ്രിൻസിപ്പിളിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു സെക്കൻഡറി എറേഴ്സ് പറയുന്നത്, അതായത് ഈ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്, ഡിറ്റക്ഷൻ ചെയ്ത് പ്രിവെൻഷൻ ചെയ്യാനുള്ള
സജഷൻസ് ആണ് നമ്മളുടെ ഓഡിറ്റർ കൊടുക്കുക. ഇത് അദ്ദേഹത്തിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഒന്നല്ല, പക്ഷെ ഓഡിറ്റർ അവിടുത്തെ ഇന്റേണൽ ഓഡിറ്റിംഗ് സിസ്റ്റം ചെക്ക് ചെയ്യുകയോ അവിടുത്തെ ഇന്റേണൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ചെക്ക് ചെയ്യുക വഴി ഇത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള സ്റ്റാഫിന് ഇതൊരു ഫിയർ ആയിരിക്കും. ഓക്കെ, ഓഡിറ്റർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമായി വരും എന്നുള്ള ഒരു പേടി ഉണ്ടാവുമായിരിക്കും. അപ്പോൾ കോൺസിക്വന്റ്ലി ഫ്യൂച്ചറിൽ അവർ അങ്ങനത്തെ തെറ്റുകളൊന്നും വരുത്താതെ ഇരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇങ്ങനത്തെ ഉള്ള ഒരു ഓഡിറ്റിംഗ് പ്രോസസ് കൊണ്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അറിയണത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കേണ്ടേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.